ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും അതിൻ്റെ ഇമ്പാക്റ്റിനെയും പറ്റിയാണ്. അതായത് 2026 ജൂൺ 2 സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കടക രാശിയിലേക്ക്, അതായത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറും. അപ്പോൾ വേഴഗ്രഹം ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും ധനു ലഗ്നം വന്നിട്ടുള്ളവർക്കും എങ്ങനെയായിരിക്കും വേഴത്തിൻ്റെ കർക്കിടക രാശിയിലെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം ഇഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളതാണ്. അതായത് കർക്കിടക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയാണ്. അപ്പോൾ കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്ക് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ജ്ഞാനകാരകനായിട്ടുള്ള വേഴഗ്രഹം 4ലേക്ക്, ആ കാലപുരുഷൻ്റെ 4ലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് ഈശ്വരൻ പ്രവേശിക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമായിരിക്കും, ഈശ്വര കടാക്ഷത്തിൻ്റെ സമയമായിരിക്കും, സത്പ്രവർത്തനങ്ങളുടെ സമയമായിരിക്കും, സദ്ബുദ്ധി, സാത്വിക ചിന്ത, പഠനമികവ്, കർമ്മനേട്ടങ്ങൾ, അതുപോലെ കുടുംബസുഖം, കുടുംബ സംരക്ഷണം, സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനങ്ങൾ, ഇവയുടെയൊക്കെ ഒരു സമയമായിട്ട് നമുക്ക് ആ വേഴഗ്രഹത്തിൻ്റെ കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് പറയാം. പക്ഷേ കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്ക് വേഴം രാശി മാറുന്നത് ധനുക്കൂറുകാർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ധനു ലഗ്നക്കാർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക്, ധനു ലഗ്നക്കാർക്ക് വേഴഗ്രഹം എന്ന് പറയുന്നത് ജന്മ ലഗ്നരാശ്യാധിപനാണ്, അതുപോലെ 4-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 1-ഉം 4-ഉം ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം ജൂൺ 2 അവരുടെ അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. അഷ്ടമരാശി എന്ന് പറയുന്നത് വേഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം അഷ്ടമരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. അപ്പം പൊതുവെ അഷ്ടമരാശിയിലേക്ക് വേഴം വരിക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. ഏത് കാര്യങ്ങളും അവർക്ക് ആഴത്തിൽ പഠിച്ച് അപഗ്രഥിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പഴയ പ്രവണതകൾ അത് മാറി, പഴയ ആ ബാഡ് ഹാബിറ്റുകളൊക്കെ മാറി അവയ്ക്ക് ഒരു സഡനായിട്ടുള്ള ഒരു മാറ്റം ഇവരുടെ മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, നിരീക്ഷണത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാറും. അവർക്ക് അവരുടെ വിഷയത്തിലൊക്കെ ഡീപ്പ് നോളജ് ഉണ്ടാകും. ഏത് പ്രശ്നങ്ങളുടെയും റൂട്ട് കാസ് കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കണ്ടെത്താനാകുന്ന സമയമായിട്ട് ഈ അഷ്ടമരാശിയിലെ വേഴത്തിൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഈ ജന്മലഗ്ന രാശ്യാധിപനാണ് അഷ്ടമത്തിൽ ഉച്ചനാകുന്നത് എന്നുള്ളത് കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കൊരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഗുരു എന്ന് പറയുമ്പോൾ ഒരു വികാസത്തിൻ്റെ ഗ്രഹമാണ്, എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ്. അത് പ്രത്യേകിച്ച് അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗോപ്യഭാവമാണ്. അപ്പോൾ അഷ്ടമഭാവത്തിലേക്ക് ആ നിഗൂഢതകളുടെ ഒരു ഭാവത്തിലേക്കാണ് ആ വേഴഗ്രഹം രാശി മാറുന്നത്. ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു നിഗൂഢതയുടെ രാശിയിലേക്കാണ് ആ വേഴഗ്രഹം മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് നിഗൂഢതകൾ എന്ന് പറയുമ്പോൾ സീക്രസി. അപ്പോൾ പൊതുവെ ആ ഭാഗ്യഭാവത്തിൻ്റെ 12 അഷ്ടമരാശി എന്ന് പറയുന്നത്. ഭാഗ്യഭാവത്തിൻ്റെ 12-ാം ഭാവരാശിയാണ് അഷ്ടമരാശി. അപ്പോൾ അവിടെ വേഴഗ്രഹം വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒന്നിലധികം ബന്ധങ്ങൾ, രഹസ്യബന്ധങ്ങൾ,
ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പം അത്തരത്തിലുള്ളൊരു അവബോധം ഈ സമയത്ത് വേണം. എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ക്വാളിറ്റീസിൽ നിന്ന് ഈ പാപപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ നോക്കണം. അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാക്കും. നല്ല പ്രവർത്തനങ്ങൾ ഭാഗ്യാനുകൂലമാക്കും. അതുകൊണ്ട് പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ഈ ധനുക്കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇൻഹെറിറ്റൻസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകാം. മുൻകാല മുതൽ മുടക്ക് വഴി അവർക്ക് എന്തെങ്കിലും സഡൻ നേട്ടങ്ങൾ ഉണ്ടാകാം. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് സഡൻ നേട്ടങ്ങൾ ഉണ്ടാകാം. ജോയിൻ്റ് അസറ്റ് വഴി നേട്ടങ്ങൾ ഉണ്ടാകാം. ഇൻഷുറൻസ് ബെനിഫിറ്റ് വഴി ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാം. അതേസമയം ധനം നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഗുരു ധനകാരകനാണ്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരു 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം 4ാം ഭാവാധിപനായിട്ട് ഗുരു അഷ്ടമത്തിൽ ഉച്ചനാകുക എന്ന് പറയുമ്പോൾ അതായത് 4ാം ഭാവത്തിൻ്റെ 5ലാണ് ആ ഗുരു ഉച്ചനാവുന്നത്. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അതായത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഥവാ റിയൽ എസ്റ്റേറ്റ് വഴിയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ അവർക്കുണ്ടാകും. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 4ലൊക്കെ ശനി നിൽക്കുന്നു. ഇപ്പോൾ കണ്ടക ശനി സമയമാണ്. പ്രത്യേകിച്ച് ഈ ധനുക്കൂറുകാർക്ക് കണ്ടകശനി സമയമാണ്. ആ ശനിയുടെ 4ലെ സ്ഥിതി കൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ ചിലപ്പോൾ ഒരു സന്തോഷമില്ലായ്മയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാം. അല്ലെങ്കിൽ ഒരു ആൻഷ്യറ്റി, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം മാറുന്നതിന് ഈ സഡനായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് ഈ ഗുരുവിൻ്റെ അഷ്ടമരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും. അപ്പം നല്ല പ്രവർത്തനങ്ങളിൽ ബാഡ് ഹാബിറ്റിൽ പെടാതെ, ബാഡ് കമ്പനിയിൽ പെടാതെ അവർ മാറി നല്ല പ്രവർത്തനങ്ങളിലേക്ക്, പുണ്യപ്രവർത്തനത്തിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്ന സമയമായിട്ട് കാണുക. ഇപ്പോൾ അഷ്ടമത്തിലാണ് ലഗ്നാധിപൻ ഉച്ചസ്ഥിതനാകുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. ചിലപ്പോൾ റിലീജിയസ്ലി ഇൻക്ലൈൻഡ് ആകാനൊക്കെ സാധ്യതയുണ്ട്. നിഗൂഢ ശാസ്ത്രങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന സമയവും കൂടെ ആയിരിക്കും. അപ്പോൾ അഷ്ടമത്തിലെ ഗുരുവിൻ്റെ സ്ഥിതിയുടെ ഫലമാണ് പറഞ്ഞത്. അതേസമയം ആ ഗുരു അവരുടെ 3 രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം 12 അഷ്ടമത്തിൻ്റെ 5ാം ഭാവമാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പം 12 ഗുരുദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഈ വിദേശ യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സഡനായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് ആ 12 ഗുരുവിൻ്റെ ദൃഷ്ടിയെ കാണാം. ഇപ്പം വിദേശത്ത് പഠനത്തിന് അനുകൂല സമയമാണ്. അതേസമയം അല്പ ചെലവ് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും. 12 ഗുരുദൃഷ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകും. സത്പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവ് ചെയ്യും. അതുപോലെ അന്യരെ സഹായിക്കാനുള്ളൊരു പ്രവണതയൊക്കെ ഉണ്ടാകും. അപ്പം അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ പണം ചെലവ് ചെയ്യാം. ആത്മീയ കാര്യങ്ങൾക്കായിട്ടും ധനം ചെലവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മതവിശ്വാസം, തീർത്ഥാടനം, ധ്യാനം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ, അതിനു വേണ്ടിയുള്ള ധനച്ചെലവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പം ധനവിനിയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്നത് കുറച്ചിട്ട് നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കാനുള്ള ഒരു പ്രവണത ഈ സമയത്ത് കണ്ടെത്തുക. അത് അവർക്ക് ഭാവിയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പം കഴിവതും നമ്മൾ ഈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെഞ്ചേഴ്സിന് പണം മുടക്കുന്നതിന് അനുകൂല സമയമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഗുരു പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അഷ്ടമത്തിൻ്റെ 7ാം ഭാവമാണ് ഈ 2ാം ഭാവം എന്ന് പറയുന്നത്. അത് കുടുംബഭാവമാണ്, ധനഭാവമാണ്. അതിനാൽ കുടുംബജീവിതം, കുടുംബ മൂല്യങ്ങൾ ഇവയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. കുടുംബ സംരക്ഷണത്തിനൊക്കെ ശ്രമം ഉണ്ടാകും. കുടുംബത്തിൽ സമ്പത്തൊക്കെ വിപുലപ്പെടുത്തുന്നതിന് ശ്രമം ഉണ്ടാകും. ഗുരുവിൻ്റെ 2 ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ്.
അതിനാൽ ധനപരമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക്, അതുപോലെ ഈ പ്രോപ്പർട്ടിയൊക്കെ ക്രയവിക്രയം ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് തലത്തിൽ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നവർ, അവരൊക്കെ ഒരു കെയർ അവർക്ക് വേണം. നമ്മൾ പണം നിക്ഷേപിക്കുന്നതിന് കുഴപ്പമില്ല, ശ്രദ്ധിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത് നല്ലതാണ്. അതുപോലെ ധനവരവിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ധനം വിനിയോഗിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഗുരു 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ാം ഭാവാധിപനാണ് ഗുരു. 4-ാം ഭാവത്തിൻ്റെ അതായത് ഗുരു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൻ്റെ 5-ാം ഭാവമാണ് അഷ്ടമരാശി എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് ആ ഗുരു 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ൽ ഇപ്പോൾ ശനി ഉള്ള സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി 4-ലെ ശനിയുടെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കും. കുടുംബത്തിൽ നമുക്ക് ടെൻഷനൊക്കെ മാറും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ മെല്ലപ്പോക്കൊക്കെ മാറും. പൊതുവേ നമുക്ക് ഡൊമസ്റ്റിക് എൻവറോൺമെൻറ്റ് കുറച്ച് പീസ്ഫുൾ ആകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ഗുരുവിൻ്റെ ആ 4-ാം ഭാവത്തിനായ ഗുരു 4-ൽ ദൃഷ്ടി വഴി ഉണ്ടാകുന്നത്. സ്പിരിച്വൽ തലത്തിലൊക്കെ അഡ്വാൻസ്മെൻറ്റ് സാധ്യമാകുന്ന സമയമാണ്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുവിൻ്റെ 4-ലെ ദൃഷ്ടി വളരെ സഹായകമാകും. വീട് നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ മെല്ലപ്പോക്കൊക്കെ മാറും. പൊതുവെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അഷ്ടമത്തിൽ നിന്നാണ് 4-ൽ ഗുരു ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഗുരു വികാസത്തിൻ്റെ ഗ്രഹവും കൂടെയാണ്. അത് മാത്രമല്ല 4-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പം 4 പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയഭാവമാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ ഹൃദ്രോഗ പ്രശ്നങ്ങൾ ഉള്ളവർ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിവതും ഒഴിവാക്കണം. ജലജന്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവയിലൊക്കെ കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ലഗ്നരാശ്യാധിപൻ അഷ്ടമത്തിലൊക്കെ നിൽക്കുമ്പോൾ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസ്, ആഡിറ്റിംഗ് മേഖല, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അക്കൗണ്ടിങ് ആഡിറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നവർ, റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഈ അഷ്ടമരാശിയിൽ ആ ഗുരു ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അല്പ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 8-ാം ഭാവം ഒരു ഇഷ്ടഭാവമല്ല എങ്കിലും ചില മേഖലകളിൽ നമുക്ക് ഒരു കെയർ വേണം. മറ്റുള്ളതിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.